CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വനംവകുപ്പിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 21 തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ UDF കൌൺസിലർമാർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലോത്സവം ചലച്ചിത്രതാരം TG രവി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2025-26 ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ അങ്കണവാടികൾക്കും SC ജനറൽ വനിതാ ഗ്രൂപ്പുകൾക്കും HDPE ചട്ടികളും ജൈവവളങ്ങളും പച്ചക്കറി തൈകളും സൗജന്യമായി വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബ്ലാങ്ങാട് ബീച്ചിൽ തീരദേശ ശുചീകരണം നടത്തി. തൃത്താല ബ്ലോക്ക് SC കോർഡിനേറ്ററായ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് പിലാക്കാട്ടിരി പൂവക്കൂട്ടത്തിൽ വീട്ടിൽ 30 വയസ്സുള്ള ശ്രുതിമോളാണ് മരിച്ചത്. SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി SNDP യോഗം സംഘടനാ ചരിത്രം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. ചാവക്കാട് കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് കൊടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനെതിരെ BJP 17-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സ്കിൽ ഡെവലപ്മെന്റ് സെല്ലിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. ചൂണ്ടലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻമരം റോഡിലേക്ക് പൊട്ടിവീണു. അപകടമൊഴിവായത് തലനാരിഴയ്ക്ക്. ഗുരുവായൂർ പാതയിൽ ജവാൻ റോഡിന് എതിർവശത്തുള്ള പറമ്പിൽ നിന്നാണ് കൂറ്റൻ കുടംപൊളി മരത്തിന്റെ നടുഭാഗം പൊട്ടി റോഡിലേക്ക് പതിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരിതവൈവിധ്യ കാർഷികോദ്യാന പരിപാലനം തുടങ്ങി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസം നീണ്ടുനിൽക്കുന്ന കായികമേളയ്ക്ക് തുടക്കമായി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റ് ചൊവ്വന്നൂർ അഡീഷണൽ ICDS പ്രൊജക്ടുമായി സഹകരിച്ച് സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് എക്സിബിഷൻ നടത്തി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തുന്ന MLA-മാർക്ക് അഭിവാദ്യമർപ്പിച്ച് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.